7999477716. CPMന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഫോൺ നമ്പർ. പറഞ്ഞത് മറ്റാരുമല്ല, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് പാർട്ടിയിൽ തിരുത്തലുകൾ വരുത്താൻ തന്നെയാണ് തീരുമാനം. CPM ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചില്ലെന്നാണ് സെക്രട്ടറി പറയുന്നത്. തിരുത്തിയില്ലെങ്കിൽ ബംഗാളിൽ ഉണ്ടായതിനേക്കാൾ വലിയ തോൽവി സമീപഭാവിയിൽ ഉണ്ടാകും. വീണ വിജയൻ കാരണം നമ്മുടെ മുൻ മുഖ്യമന്ത്രി വീണ വിജയൻ ആയിരിക്കുകയാണ്. എപ്പോൾ ഏത് വഴിക്ക് വേണമെങ്കിലും വഴുതി വീഴാമെന്ന അവസ്ഥ. രാഷ്ട്രീയത്തിൽ ഉയർച്ച താഴ്ചകൾ പുതിയ സംഭവമല്ലെങ്കിലും ഇപ്പോൾ മുന്നിലുള്ളത് വലിയ കുഴിയാണ്. ലാവ്ലിനിൽ കുലുങ്ങാത്ത പിണറായിയുടെ ഉള്ളിൽ ഇപ്പോൾ ഒന്ന് കുലുങ്ങിയിരിക്കുകയാണ്. കാരണം അന്ധമായ പുത്രി സ്നേഹം തന്നെ. മറ്റു മുതിർന്ന CPM നേതാക്കളുടെ മക്കൾക്കൊന്നും പല കേസുകളിലും പല വിഷയങ്ങളിലും കിട്ടാത്ത പ്രിവിലേജ് സ്വന്തം മകൾക്ക് വേണമെന്ന ശാഠ്യത്തോട് പാർട്ടിയിലെ തന്നെ പല നേതാക്കളും നോ പറഞ്ഞിരിക്കുകയാണ്. വീണ വിശദീകരിക്കട്ടെ എന്ന് ഒരാളല്ല പലരും പറഞ്ഞു തുടങ്ങി. മൊത്തത്തിൽ കൈവിട്ടുപോയി. അതാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവസ്ഥ. 3ാം വട്ടവും കസേര ലക്ഷ്യമിട്ടിട്ടും എങ്ങും എത്തിയില്ല. അതിനുശേഷം മുക്കിലും മൂലയിലും പാർട്ടി ഓഫീസുകളിലും ഇരിക്കുന്ന സഖാക്കൾ തന്നെ പിണറായിക്കിട്ട് പൊട്ടിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായി വിലസാമെന്ന് തീരുമാനിച്ചത് സഖാക്കൾ ചിലർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. CPI ആണെങ്കിൽ ഇടഞ്ഞ് കയ്യാലപ്പുറത്ത തേങ്ങ പോലെ. ഇതിനിടയിലാണ് ഇടുത്തി പോലെ ED വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ചിരിക്കുന്നത്. മുഷ്ടി ചുരുട്ടി ഇതിനെയും പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ സഖാക്കളെ ആവേശം കൊള്ളിച്ച വിജയൻ സഖാവിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. കരിമണലിൽ മകൾക്കുള്ള പ്രതിരോധം പിൻവലിച്ച CPM എന്ന പാർട്ടിയോട് ഇനി എന്തെങ്കിലും മിണ്ടിയാൽ പണ്ട് പറഞ്ഞ കടക്കുപുറത്ത് അവർ ഇങ്ങോട്ട് പറയും. കാരണം അവർക്കറിയാം EDയെ തടയാൻ അന്ന് ചുടുകട്ടയും പ്രതിരോധവുമായി ഇറങ്ങിയ സഖാക്കളുടെ വഴിയെ അകത്തു പോകുമെന്ന്. അടുത്തെങ്ങും പുറത്തിറങ്ങില്ലെന്നും ചില ടീംസിന് മനസ്സിലായി. മാസപ്പടി കേസിൽ പിണറായിക്ക് തന്നെ പിടിവീഴുമെന്നാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു അടക്കം പറച്ചിൽ. പരാജയ കാരണത്തിന്റെ ആഴത്തിലുള്ള വിമർശനവും സ്വയം വിമർശനവും ഏറ്റെടുത്തുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കുക. 40,000 പാർട്ടി ഘടകങ്ങളിൽ നിന്നും അഭിപ്രായം തേടി വിപുലമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തുടർന്ന് സംസ്ഥാന സമിതി ചേരും. 4 നല്ല അഭിപ്രായം പല വിഷയങ്ങളിലും മുൻപേ കേട്ടിരുന്നെങ്കിൽ കനത്ത തോൽവി ഒഴിവാക്കാമായിരുന്നു. അടിസ്ഥാന സ്വഭാവത്തിൽ നിന്നുള്ള തിരുത്താണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായം തേടുമെന്നും വാട്സാപ്പ് നമ്പർ വഴിയും മെയിൽ വഴിയും ഫോൺ വഴികൾ ചർച്ച ചെയ്യുമെന്നും പറയുമ്പോൾ കോടിയേരിയുടെ ഭാര്യ വിനോദിനി കോടിയേരി വിളിക്കുമ്പോഴും നേതാക്കൾ അത് കേൾക്കണം. എക്സാലോജി കേസിൽ വീണ വൻതുക കൈപ്പറ്റി എന്ന SFIO റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുമ്പോൾ CPM ഇനി എന്ത് ക്യാപ്സ്യൂൾ ഇറക്കും? IT കൺസൾട്ടൻസി എന്ന പേരിൽ പ്രതിമാസം 8 ലക്ഷം രൂപ വീതമാണ് വീണയും കമ്പനിയും CMRL നിന്നും വാങ്ങിയത്. എക്സാലോജിക്കുമായുള്ള കരാർ അവസാനിപ്പിച്ച ശേഷം CMRL അറ്റ്ന ടെക്നോളജീസ് എന്ന സ്ഥാപനവുമായി ഉണ്ടാക്കിയ കരാറാണ് കേസിൽ ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. അതേസമയം ED ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് വീണ ഉടൻ തീരുമാനമെടുക്കും. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് അവരുടെ പ്രതികരണം. ഇടപാടുകളെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് നടന്നതെന്നും പൂർണ്ണമായും നിയമാനുസൃതമായാണ് ഇവയെല്ലാം നടന്നതെന്നും വീണ പറഞ്ഞു. നൽകിയ സേവനങ്ങളിൽ CMRL തൃപ്തരായിരുന്നുവെന്നും താൻ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും വ്യക്തമാക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നും വീണ കൂട്ടിച്ചേർത്തു.